ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ നമ്മുടെ റെസിപ്പി നെയ്പത്തലാണ്. ഇതിന് ആവശ്യമായിട്ടുള്ളത് പുട്ടുപൊടിയും അരിപ്പൊടിയാണ്. രണ്ടും ഉണ്ടെങ്കിൽ വളരെ എളുപ്പത്തിൽ തന്നെ നമുക്കൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ഉണ്ടാക്കിയെടുക്കാം. ഇത് കറിയൊന്നുമില്ലാതെ കഴിക്കാനും ടേസ്റ്റാണ്. പിന്നെ ചിക്കൻ കറീൻ്റെ കൂടെയും മുട്ട റോസ്റ്റിൻ്റെ ഒക്കെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമുക്കിതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. എളുപ്പത്തിലുണ്ടാക്കാൻ വേണ്ടിയിട്ട് അരി കുതിർക്കുകയോ അരി അരക്കേണ്ടൊന്നും ആവശ്യമില്ല. നമുക്ക് എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നത് അടിപൊളി റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് നെയ്പത്തിൽ ഉണ്ടാക്കാൻ വേണ്ടി ആവശ്യമായിട്ടുള്ളതാണ് അരിപ്പൊടിയും പുട്ടുപൊടിയും. അപ്പോൾ അരിപ്പൊടിയും പുട്ടുപൊടിൻ്റെ കോമ്പിനേഷൻ എന്ന് വെച്ചാൽ നമ്മളിപ്പം 1 കപ്പ് അരിപ്പൊടി എടുക്കുന്നത് വെച്ചാൽ 1.5 കപ്പ് പുട്ടുപൊടി എടുക്കണം. ആ ഒരു കോമ്പിനേഷനിൽ വേണം പൊടി എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മളിവിടെ എടുത്തിരിക്കുന്നത് 1.5 കപ്പ് അരിപ്പൊടിയാണ്. അപ്പോൾ നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് 2 കപ്പ് പുട്ടുപൊടിയാണ്. ഇവിടെ പുട്ടുപൊടി എടുത്തിരിക്കുന്നത് അജ്മീൻ്റെ പുട്ടുപൊടിയാണ്. നല്ല പുട്ടുപൊടിയാണ് കേട്ടോ. ഇനി നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടതാണ് നല്ല ജീരകം. നല്ല ജീരകത്തിൻ്റെ അളവെന്ന് വെച്ചാൽ ഓരോരുത്തരുടെ ടേസ്റ്റ് അനുസരിച്ചിട്ടാണ്. ഇവിടെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് 1/2 ടീസ്പൂൺ നല്ല ജീരകമാണ്. ഇനി നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് തേങ്ങയാണ്. ഇവിടെ 1 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്കതിലേക്ക് വേണ്ടതാണ് ചെറിയുള്ളി. ഇവിടെ ഒരു 6 എണ്ണം എടുത്തിട്ടുണ്ട്. അത് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതും നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതൊക്കെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് നല്ല തിളച്ച വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് സ്പൂൺ ഉപയോഗിച്ചിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കതിലേക്ക് കുറച്ച് ചൂടില്ലാത്ത വെള്ളം കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് നല്ലോണം കൈ കൊണ്ട് കുഴച്ച് പാകമാക്കി എടുക്കണം. അങ്ങനെ നല്ലവണ്ണം കുഴച്ചെടുത്തിട്ടുണ്ട്. അങ്ങനെ ഇനി നമുക്ക് ചെയ്യേണ്ടത് ഒരു ചീനച്ചട്ടി എടുത്തതിന് ശേഷം അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഫ്ലെയിം ഓണാക്കി വെക്കാം. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇതിൽ നിന്ന് ഒരു ഉരുള എടുക്കണം. അത് നമുക്കൊന്ന് പരത്തി കൊടുക്കണം. പരത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് കട്ടി തീരെ കുറഞ്ഞു പോകാനും പാടില്ല, നല്ല കട്ടിയാവാനും പാടില്ല. അപ്പോൾ ഒരു മീഡിയം ലെവലിൽ നമ്മളൊന്ന് പരത്തിയെടുത്തതിന് ശേഷം വെളിച്ചെണ്ണയിലേക്ക് ഇട്ട് കൊടുക്കണം. അപ്പോൾ വെളിച്ചെണ്ണയിലേക്ക് ഇട്ടതിന് ശേഷം നമ്മളെ കയ്യിലുള്ള സ്പൂൺ കൊണ്ട് ഒന്ന് തട്ടി കൊടുക്കണം. അപ്പോൾ അത് ഒന്ന് പൊന്തി വരും. പൊന്തി വന്നതിന് ശേഷം അതിൻ്റെ മേലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് ഒരു 3-4 മിനിറ്റ് കഴിഞ്ഞിട്ട് അത് തിരിച്ചിട്ട് കൊടുത്തിട്ട് മറ്റേ വശം കൂടെ വേവിച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ ആദ്യത്തെ നെയ്പത്തിൽ റെഡി ആയിട്ടുണ്ട്. ഇതേപോലെ തന്നെ ബാക്കിയുള്ള നെയ്പത്തിലും കൂടെ നമുക്ക് പൊരിച്ചെടുക്കാം. പുട്ടുപൊടിയും അരിപ്പൊടിയും ഉണ്ടെങ്കിൽ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു അടിപൊളി റെസിപ്പിയാണിത്. ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. പിന്നെ കറിയൊന്നും ആവശ്യമില്ല, ഇത് തനിയെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. പിന്നെ കറിൻ്റെ കോമ്പിനേഷൻ വെച്ച് നോക്കുകയാണെങ്കിൽ ചിക്കൻ കറിയും എഗ് റോസ്റ്റാണ് ഒരു നല്ലൊരു കോമ്പിനേഷൻ. നല്ല ടേസ്റ്റ് ആയിരിക്കും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം.
അങ്ങനെ നമ്മുടെ അടിപൊളി ടേസ്റ്റി റെസിപ്പി റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമ്മളിവിടെ ഇതിൻ്റെ കൂടെ കഴിക്കാൻ മുട്ട റോസ്റ്റാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇത് വളരെ നല്ല കോമ്പിനേഷനാണ്. പിന്നെ ചിക്കൻ കറിയും നല്ല കോമ്പിനേഷനാണ്. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു അടിപൊളി റെസിപ്പിയാണ്. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ ഇടണം. പിന്നെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. പിന്നെ ആ ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യണേ. താങ്ക് യു.